കോടതി പോലും ഇന്ന് ചർച്ചയെ കൊണ്ടുപോകുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾക്ക് അതിൽ സംസാരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഒന്ന്, കോടതി എന്ന് പറയുന്നത് വെടിക്കെട്ടിന് നിയന്ത്രണം വേണം, ഇപ്പോഴുള്ളത് അനാരോഗ്യകരമായ സംസ്കാരമാണ്, ഇത്തരം പ്രവണതകൾ മതങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്, ആന എഴുന്നള്ളിപ്പിലും സമാനമായ സാഹചര്യമുണ്ട്, അത് പരിശോധിക്കണം എന്നതാണ്. ഇത്തരം വിഷയങ്ങളിലൊക്കെ ഏറ്റവും ക്രിയാത്മകമായി പോലീസിനും ഭരണകൂടത്തിനും ഇടപെടാൻ ആദ്യം ആവശ്യമുള്ളത് മത നേതൃത്വങ്ങളുടെ സഹായവും സഹകരണവുമാണ്. അതാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടാവുമോ? ശ്രീ നിഷാദ്, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ കഥയിൽ വില്ലന്മാരില്ല. ഇത് ആരുടെയും ഒരു പ്രത്യേക വിഭാഗത്തിന്റെ തെറ്റല്ല. മതനേതൃത്വം എന്ന് വിളിക്കുന്ന ആരും അവിടെ ഇല്ല. പോലീസുകാരുടെ കുറ്റമല്ല. ഒരുപാട് അമ്പല കമ്മിറ്റികളിൽ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പലപ്പോഴും പറ്റുന്നത് ഈ വിഷയത്തെ നമ്മൾ ആഴത്തിൽ കാണുന്നില്ല. അതായത് തുറന്നു തന്നെ പറയുന്ന എനിക്ക് മടിയൊന്നുമില്ല, ഞാൻ ഹിന്ദു സമുദായത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഹൈന്ദവ സമൂഹത്തിനിടയിലാണ് ഇത് ഏറ്റവും നടക്കുന്നത്. കാര്യം, അവർക്ക് സെൻട്രലൈസ്ഡ് ആയ ഒരു പഠനം ഉണ്ടാകുന്നില്ല, അവർക്ക് സെൻട്രലൈസ്ഡ് ആയ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പം പലപ്പോഴും പടക്കം പൊട്ടിച്ച് അവർ കാശ് കളയുകയാണ്. അതായത് ഇപ്പൊ കൃത്യമായി നടക്കുന്ന എന്താ അറിയോ, കഴിഞ്ഞ അമ്പല കമ്മിറ്റിക്കാർ 3 ആനയെ കൊണ്ടുവരും. പുതിയ അമ്പല കമ്മിറ്റിക്കാർ വന്നാൽ പറയാം നമുക്ക് ഈ പ്രാവശ്യം 5 ആനയെ വേണം. കഴിഞ്ഞ തവണ 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ പടക്കം പൊട്ടിച്ചു, എന്നാൽ ഇത്തവണ 20 ലക്ഷം രൂപയ്ക്ക് പടക്കം പൊട്ടിക്കണം. പക്ഷേ ഇവിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ സ്വാഗതാർഹമാണ്. നമ്മൾ വെക്കേണ്ട ഒരു പോസിറ്റീവ് അജണ്ടയുണ്ട്. ആന വേണ്ട എന്ന് പറഞ്ഞാൽ ആൾക്കാർ കേൾക്കില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. വെടിക്കെട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. പകരം ആന വേണം, വെടിക്കെട്ട് വേണം. പക്ഷേ ഇതിന് മുടക്കുന്ന 50 ലക്ഷത്തിൽ 25 ലക്ഷം ചാരിറ്റിക്ക് വേണ്ടി ചെലവാക്കണം. അന്നദാനങ്ങൾ നടത്തണം, വസ്ത്രദാനം നടത്തണം, എന്തെങ്കിലും കാര്യങ്ങൾ സൃഷ്ടിക്കണം, കല്യാണത്തിന് പറ്റാത്ത കുട്ടികൾക്ക് കല്യാണത്തിനുള്ള ധനസഹായം കൊടുക്കണം എന്നൊരു പോസിറ്റീവ് അജണ്ട വെച്ചാലേ മാറുകയുള്ളൂ. ഇവിടെ വില്ലന്മാരില്ല എന്ന് പറയാനുള്ള കാരണം അതാ. ഈ അമ്പല കമ്മിറ്റിക്കാർ ആർക്ക് വേണ്ടിയാ ഈ മത്സരക്കമ്പം നടത്തുന്നത്? എത്രയോ ദശാബ്ദങ്ങളായി നടന്നു വരുന്നു. ഇത് കാണാൻ പോകുന്ന ആൾക്കാർക്ക് കൂടെ വേണ്ടിയാ. അടിസ്ഥാനപരമായി എല്ലാ മതവിഭാഗങ്ങൾക്കും ഇതുണ്ടെങ്കിലും കൂടുതൽ ഈ ഭൂരിപക്ഷ സമുദായത്തിന് ആത്മീയമായ പഠന കേന്ദ്രങ്ങളല്ല ക്ഷേത്രങ്ങൾ. യഥാർത്ഥത്തിൽ നമ്മളൊരു അമ്പലാശ്രമങ്ങൾ പോലുള്ള സങ്കല്പങ്ങൾ മുമ്പിലോട്ട് വെച്ചാലേ ഇതിലൊരു റിഫർമേഷൻ ഉണ്ടാവും. ഇത് വേണ്ട എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ വാളെടുക്കും. വിശ്വാസികളെ കളിയാക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ സംഘങ്ങളിലൊക്കെ TV വന്ന് ഇങ്ങനെ പറയുമെങ്കിലും അവരുടെ വേദിയിൽ പോയി നേരെ മറിച്ച് അവരോടൊപ്പം നിൽക്കാനേ പറ്റൂ. അതാണ് തൃശ്ശൂർ പൂരത്തിനും കണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളടക്കം എല്ലാം അവരുടെ വിശ്വാസികളുടെ കൂടാണല്ലോ നിന്നത്, നമ്മുടെ സംസ്കാരം ചരിത്രമാണെന്ന് പറഞ്ഞ്. അപ്പം വേണ്ട കാര്യം വിശിഷ്യ ഭൂരിപക്ഷ സമുദായത്തിനുള്ളിൽ ആത്മീയ പഠനം പോലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. ഒരു എക്സിബിഷൻ മാത്രമായി നമ്മുടെ ഉത്സവങ്ങൾ ചുരുങ്ങാതിരിക്കണം. ഇതൊരു വിശ്വാസിയായി നിന്നുകൊണ്ടാണ് പറയുന്നത്, ഞാനൊരു ഹിന്ദു വിരുദ്ധനായിട്ടല്ല. വിശ്വാസിയായി നിന്നുകൊണ്ട് ഇതൊരു കാർണിവൽ സ്പേസ് മാത്രമല്ല, ഇതൊരു എക്സിബിഷൻ മാത്രമല്ല, ഇത് സിനിമാറ്റിക് ഡാൻസിന്റെ വേദി മാത്രമല്ല. പകരം ഇതിനൊരു ആത്മീയതയുടെയോ ഭക്തിയുടെയോ എന്ത് പേര് വിളിച്ചാലും എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞ ഉടനെ RSSകാരനാക്കരുത്. പകരം ആ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ നടക്കുന്ന, ഡിവോഴ്സുകൾ നടക്കുന്ന, ഡിപ്രഷനുള്ള ഈ ഹൈന്ദവ സമൂഹത്തിന് ആത്മീയ പഠനത്തിന് വേദികൾ കൂടി ആക്കി മാറ്റിയാൽ മാത്രമേ, അങ്ങനെ ഒരു പോസിറ്റീവ് അജണ്ട വെച്ചാൽ മാത്രമേ മാറ്റാൻ കഴിയൂ. ഇല്ലെങ്കിൽ നാളെ സുപ്രീം കോടതി തൃശ്ശൂർ പൂരത്തിന് അനുകൂലമായ വിധി കൊടുത്തു, ഓരോ കമ്മിറ്റിക്കാരും ഇതേപോലെ ഓരോ കോടതികൾ പോയി അനുകൂലമായ വിധി നേടും. അതുകൊണ്ട് മീഡിയ ഇതിന് വലിയൊരു റോൾ വഹിക്കാൻ കഴിയും. നല്ല രാഷ്ട്രീയ നേതൃത്വം ചർച്ചകൾ ഇനീഷ്യേറ്റ് ചെയ്യണം. ആനയെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല, വെടിക്കെട്ടിനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല, പകരം നമുക്ക് എന്താകാം. ഈ വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. CPM-കാരുടെ ഒരു ഇൻഹിബിഷൻ അല്ലെങ്കിൽ അവരുടെ ആശങ്ക എനിക്ക് മനസ്സിലാകും. അതായത് ഹിന്ദു എന്ന് പറഞ്ഞ എന്തെങ്കിലും സംസ്കാരം പഠിപ്പിച്ചാൽ അത് RSSകാർ കയ്യേറുമെന്നും ഹിന്ദു വർഗീയതയുടെ കേന്ദ്രങ്ങളാകുമെന്നുള്ളവരുടെ ഇൻഹിബിഷൻ അവരുടെ പാർട്ടിയുടെ കാഴ്ചപ്പാടിന് ശരിയാണ്. പക്ഷെ ആ അർത്ഥത്തിലല്ല അത് പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ള ധാരാളം സന്യാസിമാരും മറ്റും ഉണ്ടല്ലോ. അവിടെ ഗീതയാകട്ടെ, അവിടെ ദേവീഭാഗമാകട്ടെ, ശിവപുരാണമാകട്ടെ, ഏതെങ്കിലും രീതിയിലുള്ള ആത്മീയ പഠനം ഈ ഭൂരിപക്ഷ സമുദായത്തിന് ലഭിക്കുന്നില്ല എന്നുള്ള സത്യമാണ്. പലപ്പോഴും ഇത് ഇല്ലാത്തതുകൊണ്ടാണ് വെറും ആഘോഷപരതയും ആഡംബരപരതയിലും മാത്രം ഇത് ഒതുങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുന്നു, കഴിഞ്ഞ തവണ എങ്ങനെ നടത്തി, എല്ലാ അമ്പലങ്ങളിലുള്ള കൃത്യമായ വാക്കിതാണ്, പൂർവാധികം ഭംഗിയായി ഉത്സവം നടത്തണം. പൂർവാധികം ഭംഗിയായി എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ വർഷം 10 ലക്ഷം ആണെങ്കിൽ ഈ വർഷം 15 ലക്ഷം രൂപയ്ക്ക് പടക്കം പൊട്ടിക്കണം. കഴിഞ്ഞ വർഷം 5 ആനയാണെങ്കിൽ ഈ വർഷം 8 ആനകളെ അല്ലെങ്കിൽ 10 ആനകളെ നമ്മൾ കൊണ്ടുവരണം. ഇത് കൂടി പോവാണ്. റീസെന്റ് ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു, അവർ പറയുന്നത് 200 കോടി രൂപ എന്ന് ഒരു കണക്ക് പറയുന്നു, 800 കോടി എന്ന് വേറൊരു കണക്ക് പറയുന്നു. 800 കോടി രൂപയാണ് നമ്മുടെ അമ്പലങ്ങൾ ഈ ആനയ്ക്കും നമ്മുടെ ആർഭാടങ്ങൾക്കും ഈ കമ്പക്കെട്ടിനുമായിട്ട് കളയുന്നത്. കുറെയൊക്കെ ആവാം, പക്ഷെ ഇത്രയധികം വേണോ? പലപ്പോഴും വേണ്ട രീതിയിൽ സ്കൂൾ വരുന്നില്ല, നമ്മുടെ ട്രൈബൽ ജനതയിലേക്ക് ഈ ഫണ്ട് പോകുന്നില്ല, ചാരിറ്റി വരുന്നില്ല. ആ അർത്ഥത്തിൽ ഏതെങ്കിലും നിങ്ങൾ സെക്കുലർ എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ ആരെങ്കിലും താല്പര്യമായി ചാരിറ്റി എന്ന രീതിയിൽ, ഇനി ഹിന്ദു എന്ന് വിളിക്കണ്ട, മാനവികത എന്ന് വിളിച്ചോ, ഭാരതീയ സംസ്കാരം എന്ന് വിളിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിച്ച് നിങ്ങൾക്കത് ചെയ്യാൻ ഒരു അവസരമാണ്. ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം ഒരുപാട്, അല്ലെങ്കിൽ ശ്രീ അജയ് തറയിലൊക്കെ ഒരുപാട് ഈ രംഗത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നീക്കങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ആത്മീയ പഠനം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ഈ കാർണിവല് മാത്രമായി ഇത് പോകുന്നത്. ചില അമ്പലങ്ങളിൽ പോയപ്പോൾ
ദിവസം ഫാഷൻ ഷോ വരെ കണ്ടിട്ടുണ്ട് ഒരു അമ്പലത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഇത് ഇവിടെ നടത്തുന്നതെന്ന്. സാറേ എന്തെങ്കിലും ചെയ്താലല്ലേ ഇവിടെ ആള് വരൂ. ഇതാണ് എന്റെ, അതായത് അമ്പലങ്ങൾക്ക് വേറൊരു കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം ഇല്ല. സിനിമാറ്റിക് ഡാൻസ്, ഫാഷൻ ഷോ, പരമാവധി പടക്കം പൊട്ടിക്കൽ, അപ്പോഴത്തെ ഉത്സവം, ഈ ഒരു ജഗബൊഗയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു ഹോച്ച് പോച്ചായി മാത്രം നമ്മുടെ ഉത്സവങ്ങൾ താഴെന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ വർഗീയവാദമാണെന്ന് സംശയിക്കരുത്. ഉദ്ദേശശുദ്ധിയോടാണ് പറയുന്നത്. ഇത് മാറ്റിയില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് വെക്കുന്ന ഒരു ആശയം തന്നെ, ഞാൻ മാത്രമല്ല ഒരുപാട് ഹിന്ദു സംഘടനകൾ, അമ്പലാശ്രമങ്ങളായി നമ്മുടെ അമ്പലങ്ങൾ മാറണം. അതിന് അമ്പലത്തിലെ ആചാരം വേണം, ആശ്രമത്തിന്റെ അറിവ് വേണം, അമ്പലങ്ങളിലെ ഉത്സവം വേണം, എന്നാൽ ആശ്രമത്തിന്റെ ജ്ഞാനവും ധ്യാനവും വേണം. ഇതില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ ലഭിക്കുന്ന ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ ഒരു മെക്കാനിസം ഇല്ലെങ്കിൽ ഇത് പൊട്ടിച്ചു കളയും, ആനയ്ക്ക് കളയും, ധൂർത്തിന് കളയും. ആഡംബര അല്ലെങ്കിൽ അലങ്കാരങ്ങൾ വേണം, അത് അത്യാഡംബരമായി പോകാതെ. രാഹുൽ ഈശ്വർ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ പുതിയ അജണ്ട മുന്നോട്ട് വെക്കണം, പുതിയ വഴി തുറക്കണം. നമുക്ക് കിട്ടുന്ന പണം മുഴുവൻ പൊട്ടിച്ചു കളയാനുള്ളതാണോ എന്ന്, അല്ലെങ്കിൽ ആനയെ പീഡിപ്പിച്ച് കളയാനുള്ളതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. അതിനപ്പുറത്തേക്ക് ദൈവികമായ അനുഗ്രഹം കിട്ടുന്ന പരിപാടികൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ എന്ന ബോധം പകരണം. ഇത്രയധികം അപകടങ്ങൾ ഉണ്ടായല്ലോ, ഇത്രമേൽ വലിയ വിവാദങ്ങൾ ഉണ്ടായല്ലോ. താങ്കൾക്കറിയാം, ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് താങ്കൾ അതിന് മാത്രം മറുപടി പറയാൻ ബാധ്യസ്ഥനായ ഒരാളാണല്ലോ. അത്തരമൊരു നീക്കം കേരളത്തിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടോ? ആശാവഹമായ ഒന്ന്, അത്തരമൊരു ബോധം നേതൃത്വത്തിനുണ്ടായിട്ടുണ്ടോ? അത്തരമൊരു സന്ദേശം പകർന്നു തുടങ്ങിയിട്ടുണ്ടോ? കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ഒരുപാട് പേര് മാറി ചിന്തിക്കുന്നുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഒരു നമുക്ക് പ്രത്യേകിച്ച് ഭൂരിപക്ഷ സമുദായത്തിന് ഒരു കൺട്രോൾ ആൻഡ് കമാൻഡ് സ്ട്രക്ചർ ഇല്ല, ഒരു വെർട്ടിക്കൽ സ്ട്രക്ചർ പലപ്പോഴും ഇല്ല. അതുകൊണ്ട് ഒരു പെട്ടെന്ന് മെസ്സേജ് പാസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഈ മീഡിയയുടെ റോൾ. എല്ലാ പാർട്ടികളും, അതിന് CPM-നും കോൺഗ്രസിനും BJP-ക്കും ഒക്കെ ഒരുപാട് റോൾ പ്ലേ ചെയ്യാൻ കഴിയും. വിശ്വാസികളെ സെൻസിറ്റീവായി അപ്രോച്ച് ചെയ്തുകൊണ്ട് അവര് തെറ്റാണെന്നല്ല, നമുക്ക് തെറ്റുപറ്റിയെന്നും നമുക്ക് കുറെയൊക്കെ മാറി ചിന്തിക്കണമെന്നും, ഈ ആനയൊക്കെ വേണം. കാര്യം ആനയൊന്നും ഇല്ലെങ്കിൽ ഉത്സവത്തിന് ഒരു പകിട്ട് വരില്ല. പക്ഷെ ആനകൾക്ക് വേണ്ടി അല്ല ഉത്സവം, ഉത്സവങ്ങൾക്ക് വേണ്ടിയാണ് ആന. വെടിക്കെട്ടിന് വേണ്ടി അല്ല ഉത്സവം, ഉത്സവത്തിന് വേണ്ടിയാണ് വെടിക്കെട്ട് എന്നൊരു ബോധം മതി. ഈ ബോധമാണ് പലപ്പോഴും അമ്പലങ്ങൾക്കുള്ളിൽ ഇല്ലാതെ പോകുന്നത്. പലപ്പോഴും അവരുടെ ധാരണ ഈ ആനയ്ക്കും വെടിക്കെട്ടിനും വേണ്ടിയാണ് ഉത്സവം നടത്തുന്നുള്ളതാണ്. നേരെ തിരിച്ച് അമ്പലങ്ങളുടെ ഉത്സവത്തിന്റെ ഭാഗമായി ഏറ്റവും രസം, തന്ത്രശാസ്ത്രത്തിലടക്കം പലപ്പോഴും ഈ ആനകളും തിടമ്പേറ്റാനുള്ള ഒരു ആനയെ ഒഴിച്ചു വെച്ച് അല്ലെങ്കിൽ ഈ കമ്പക്കെട്ടിനെ കുറിച്ചൊന്നും പ്രതിപാദിച്ചിട്ട് പോലുമില്ല. അപ്പൊ നമ്മുടെ സംസ്കാരത്തിന്റെ ഏതോ ഒരു കാലഘട്ടത്തിൽ ആഘോഷങ്ങളുടെ ഭാഗമായി നമ്മളിലേക്ക് വന്നു ചേർന്നവരാണ്. ഈ മെസ്സേജ് കൃത്യമായി പാസ് ചെയ്യാൻ അമ്പലങ്ങൾ കുറെ കൂടെ സാമൂഹിക കേന്ദ്രങ്ങളാകണം, അമ്പലങ്ങൾ കുറെ കൂടെ സാംസ്കാരിക കേന്ദ്രങ്ങളാകണം, ആത്മീയ കേന്ദ്രങ്ങളാകണം, അമ്പലാശ്രമങ്ങളാകണം എന്നൊരു പോസിറ്റീവ് അജണ്ട വെച്ച്, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിക്കും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനും ഒക്കെ അവർക്ക് വിശ്വാസമുള്ള, വർഗീയത പരത്തില്ല എന്ന് അവർക്ക് വിശ്വാസമുള്ള ആൾക്കാരെ വെച്ച് ആ രീതിയിലുള്ള പ്രഭാഷണ പരമ്പരകൾ, ഭാഗവതം അല്ലെങ്കിൽ ഗീതായജ്ഞം, രാമായണം, ജ്ഞാനയജ്ഞങ്ങൾ, ഇത്തരം കാര്യങ്ങൾ വന്നാൽ മാത്രമേ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടാകൂ. ഒരു നിരീക്ഷണം കൂടെ പറയാം. ഈ വിഷയം വന്നതിന് ശേഷം 2-3 പള്ളികൾ വളരെ സ്തുത്യർഹമായി അവരുടെ കമ്പക്കെട്ട് മാറ്റിവെച്ചു. പക്ഷേ ഹൈന്ദവ സമൂഹത്തിൽ അങ്ങനെ മാറ്റിവെക്കണമെന്ന് പറയാൻ പോലുമുള്ള ഒരു സ്ട്രക്ചർ നേതൃത്വമില്ല എന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനുള്ള ഒരു തടസ്സമായി താങ്കൾ ചൂണ്ടിക്കാണിക്കുകയാണ്. ശരിയുമാണത് രാഹുൽ ഈശ്വർ. കോടതി ഇന്ന് ഇടപെടുമ്പോൾ പരാമർശങ്ങൾ മാത്രമാണ്, മൃദുഭാഷയാണ് കോടതിക്കുള്ളത്. സർക്കാരിന്റെ ഭാഗം പറയുന്ന കെ വരദരാജൻ പറയുന്നത് കേൾക്കൂ, ഒരു മതവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നും വിധമുള്ള ഇടപാടുകൾക്ക് ഞങ്ങളില്ല എന്നതാണ് അവരുടെ നിലപാട്. ഗ്രാജ്വലി മാറുമായിരിക്കും. സംസ്കാരത്തെയും വിശ്വാസത്തെയും തൊട്ട് കളിക്കേണ്ട എന്നതാണ് നല്ലൊരു വിഭാഗം മതത്തെ പ്രതിനിധാനം ചെയ്യുന്നവരുടെ ആവശ്യം. രാഹുലിന്റെ ഒക്കെ കാര്യം അക്കാര്യത്തിൽ വ്യതിരിക്തമാണ്. 2007 എന്റെ പെറ്റീഷനിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശബരിമല റൈറ്റ് ടു ഇൻഫർമേഷന്റെ താഴെ വരുന്നത്. എല്ലാ അമ്പലങ്ങളിലും പള്ളികളിലും റൈറ്റ് ടു ഇൻഫർമേഷൻ കൊണ്ടുവരണം. അതിനൊരു ക്ലോസ് വെച്ചാൽ മതി, വിശ്വാസികൾക്ക് ഈ ഇൻഫർമേഷന് മേലുള്ള അധികാരമുണ്ടെന്ന്. പൊന്നമ്പലമേട്ടിലെ കാര്യം പറഞ്ഞു. ഞാൻ നന്ദിയോടെ ഓർക്കുന്നു, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ദേവസ്വം മിനിസ്റ്ററായ, എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള G. സുധാകരൻ സാറാണ് ഈ മകരജ്യോതി മകരവിളക്കിന്റെ വ്യത്യാസം എന്നെ പോലുള്ള വ്യക്തികൾക്കൊരു പൊസിഷൻ ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള പിന്നിൽ നിന്ന് സഹകരണം തന്നത്. ഞങ്ങളുടെ നിലപാടാണ് ഹൈക്കോടതി അംഗീകരിച്ചത്. അപ്പൊ ഒരു പ്രശ്നം വരുമ്പോ ഒന്നെങ്കിൽ അത് മിണ്ടില്ല, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കണമെന്നതിനേക്കാൾ ഒരു മധ്യമാർഗം സ്വീകരിച്ചുകൊണ്ട് ഓരോ കാര്യത്തിലും ക്രിയാത്മകമായ ഒരു നിലപാടെടുക്കാൻ വിശ്വാസി സമൂഹം എന്നും തയ്യാറാണ്. അതുകൊണ്ടാണ് മകരജ്യോതി മകരവിളക്കൊക്കെ ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിഞ്ഞത്.